നമസ്കാരം. ഇത് ചരിത്രധ്വനി. അക്ബർ ചക്രവർത്തിക്ക് ശേഷം മുഗൾ സാമ്രാജ്യത്തിൻ്റെ അധിപനായ സലീം എന്ന ജഹാംഗീറുടെ കഥയാണിത്. അച്ഛനെതിരെ കലാപം നയിച്ച മകൻ, എന്നാൽ നീതിയുടെ കാര്യത്തിൽ ആരെയും ഭയക്കാത്ത ഭരണാധികാരി. ജഹാംഗീറുടെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. അക്ബറുടെ പ്രിയപുത്രനായ സലീം 1605 ജഹാംഗീർ എന്ന പേരിൽ അധികാരമേൽക്കുന്നത്. ആ പേരിനർത്ഥം ലോകം കീഴടക്കിയവൻ എന്നതാണ്. അദ്ദേഹം അധികാരത്തിൽ വന്നയുടൻ ചെയ്ത ഏറ്റവും വലിയ കാര്യം കൊട്ടാരത്തിന് മുന്നിൽ ഒരു നീതിയുടെ ചങ്ങല തൂക്കിയതാണ്. സുൽത്താനെ കണ്ട് പരാതി പറയാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സാധാരണക്കാരനും ആ മണിമുഴക്കി നീതി ചോദിക്കാമായിരുന്നു. ജഹാംഗീറുടെ ഭരണകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി നൂർജഹാൻ ആയിരുന്നു. വളരെ ബുദ്ധിമതിയായ നൂർജഹാൻ ഭരണകാര്യങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ജഹാംഗീറുടെ കാലഘട്ടം നൂർജഹാന്റെ ഭരണകാലം എന്നും അറിയപ്പെട്ടിട്ടുണ്ട്. ഈ കാലത്താണ് ആദ്യമായി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വ്യാപാരത്തിന് അനുമതി തേടി ജഹാംഗീറുടെ കൊട്ടാരത്തിൽ വരുന്നത്. കലയെയും ചരിത്രരചനയും അങ്ങേയറ്റം സ്നേഹിച്ച ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. കാശ്മീരിലെ മനോഹരമായ ഷാലിമാർ ബാഗ് ഉൾപ്പെടെയുള്ള പൂന്തോട്ടങ്ങൾ ജഹാംഗീറിന്റെ നിർമ്മാണ വൈദഗ്ധ്യത്തിന് ഉദാഹരണമാണ്. തൻ്റെ ജീവിതത്തെക്കുറിച്ച് തുസുഖ് ഇ ജഹാംഗീരി എന്ന പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുമുണ്ട്. ഇത്തരത്തിലുള്ള ചരിത്ര സംബന്ധമായ വീഡിയോകൾക്കായി ചരിത്രധ്വനി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.